നമസ്കാരം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഒരു പ്രദേശത്തെ എങ്ങനെ യുദ്ധങ്ങളുടെ കേന്ദ്രമാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാഖിലെ ബസറ. ഇന്ന് ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം കേൾക്കുന്ന ഈ പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുൻപും ഇതേപോലെ ഒരു യുദ്ധക്കളമായിരുന്നു. AD 656 നടന്ന ജമൽ യുദ്ധം മുതൽ ഇന്ന് ഇറാനെയും പ്രോക്സി ഗ്രൂപ്പുകളെയും പ്രതിരോധിക്കാൻ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ വരെ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്: മണ്ണ് മാറുന്നില്ല, മാറുന്നത് ആയുധങ്ങൾ മാത്രം. തന്ത്രപ്രധാനമായ ഒരു പ്രദേശം കൈവശം വയ്ക്കുക എന്നത് ഏതൊരു ഭരണകൂടത്തിന്റെയും ലക്ഷ്യമാണ്. പണ്ട് ജമൽ യുദ്ധത്തിന് വേദിയായ അതേ ബസറയും അതിനോട് ചേർന്നുള്ള ഇറാൻ അതിർത്തികളും ഇന്നും സംഘർഷങ്ങളുടെ കേന്ദ്രമാണ്. ഒരു കാലത്ത് വാളുകൾ കൊണ്ട് അധികാരം സ്ഥാപിച്ച അതേ മണ്ണിൽ ഇന്ന് മിസൈലുകളും ഡ്രോണുകളും ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. പേർഷ്യൻ കടലിടുക്കിന്റെ നിയന്ത്രണം പണ്ടത്തെ ഭരണാധികാരികൾക്കും ഇന്നത്തെ ആഗോള ശക്തികൾക്കും ഒരുപോലെ പ്രധാനമാണ്. ജമൽ യുദ്ധം നടന്ന കാലത്ത് യുദ്ധമുറകൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്ന് ആയിഷ ഒട്ടകപ്പുറത്തിരുന്ന് തന്റെ വിഭാഗത്തിന് നേതൃത്വം നൽകി. അലി തന്റെ സൈനിക ബലം ഉപയോഗിച്ച് ഭരണകൂടത്തിന്റെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിച്ചു. ആ ഒട്ടകത്തിന് ചുറ്റും നടന്ന കടുത്ത പോരാട്ടമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറം അതേ മണ്ണിൽ യുദ്ധമുറകൾ അടിമുടി മാറി. അന്ന് വാളുകളും കുന്തങ്ങളും ഉപയോഗിച്ച് മുഖാമുഖം പൊരുതിയ പോരാളികൾക്ക് പകരം ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയാണ് യുദ്ധം നയിക്കുന്നത്. ഉസ്മാൻ വധിക്കപ്പെട്ടതോടെ ഉണ്ടായ അസ്ഥിരതയാണ് ജമൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. അവിടെ ഭരണസ്ഥിരത നിലനിർത്താനുള്ള ഏറ്റുമുട്ടലായിരുന്നു നടന്നത്. ഇന്ന് ഇസ്രായേൽ കാണിക്കുന്ന ദൃഢനിശ്ചയവും സമാനമാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തിനേയും അത്യാധുനിക ആയുധങ്ങൾ കൊണ്ട് നേരിടുക എന്ന തന്ത്രം. ഭരണകൂടം ശക്തമായാൽ മാത്രമേ ഒരു രാജ്യത്തിന് അതിജീവനം സാധ്യമാകൂ എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങളും അവരുടെ കീഴിലുള്ള ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളും ഇതിന് സമാനമാണ്. രാജ്യങ്ങൾക്കിടയിൽ അസ്ഥിരതയുണ്ടാകാൻ ശ്രമിക്കുന്ന ഇത്തരം മൂന്നാം ശക്തികളെ തിരിച്ചറിയുകയും ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ശക്തമായി നേരിടുകയും ചെയ്യുക എന്നതാണ് ഏതൊരു സുരക്ഷാ സംവിധാനത്തിന്റെയും പ്രാഥമിക കടമ. ബസറയിലെ ആ പഴയ യുദ്ധക്കളം ഇന്നും നമ്മോട് സംസാരിക്കുന്നത് അധികാരത്തിന്റെ സത്യങ്ങളെ കുറിച്ചാണ്. അന്ന് വാളുകൾ കൊണ്ട് എഴുതപ്പെട്ട ചരിത്രം ഇന്ന് മിസൈലുകൾ കൊണ്ട് മാറ്റി എഴുതപ്പെടുന്നു. ചരിത്രം ആവർത്തിക്കപ്പെടുമ്പോൾ നാം നോക്കി നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ ചരിത്രത്തിൽ നിന്ന് കരുത്തുൾക്കൊണ്ട് വർത്തമാനകാലത്തെ വെല്ലുവിളികളെ നേരിടുകയാണ് വേണ്ടത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.